ഈ പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സ്നേഹതീരത്തിൽ ഗംഗയുടെ നിശ്ചയത്തിന്റെ ആഘോഷങ്ങളെല്ലാം തുടങ്ങി കഴിഞ്ഞിരിക്കുക. വീടെല്ലാം അലങ്കരിച്ച് സ്പീക്കറെല്ലാം വെക്കുമ്പോഴേക്കും അത് ഇഷ്ടപ്പെടാതെ അച്ചമ്മയും പാട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന പയ്യനെ കൊണ്ട് ഒരു പഴയ മലയാള വിരഹഗാനം വെപ്പിക്കുന്നുണ്ട്. അതുകൾക്ക് ശാരദയും ദേഷ്യത്തോടെ അവന്റെ അടുത്തേക്ക് ചെന്ന്, അനൂപേ, ഇതെന്താ ഈ കാണിക്കുന്നേ? ഒരു നിശ്ചയ വീട്ടിൽ ഈ പാട്ടാണോ ഇടേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനല്ല, ഇവിടുത്തെ അമ്മച്ചിയാ പറഞ്ഞ് ഈ പാട്ട് വെക്കാനെന്ന് അവന്. ഓ അത് ശരി, ഞാൻ പറഞ്ഞ ഗണേശ സ്തുതി ഇട്ടാ മതിയെന്ന് പറഞ്ഞ് ശാരദ അവിടുന്ന് പോകുമ്പോഴേക്കും അവനും ഗണേശ സ്തുതി വെക്കുകയാണ്. അപ്പോഴേക്കും നിളയെ ബസ്സിലയക്കാനെത്തിയ കാവേരി റോഡിലെത്തിയിരുന്നു. അവിടെ വെച്ചവർ വിനീതിനെ കാണുന്നുണ്ട്. വിനീത് അവരുടെ അടുത്തേക്ക് ചെന്ന് വീട്ടിലൊരു വിശേഷം നടക്കുമ്പോൾ സ്കൂളിൽ പോവാന്ന് നിളയോടായി ചോദിക്കുന്നുണ്ട്. ഈ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? വിനീതേട്ടൻ അമ്മയെ കാര്യമായ ഒന്ന് ഉപദേശിക്കണമെന്ന് നിള പറയുമ്പോൾ, ഞാൻ ഉപദേശിച്ച ആരെങ്കിലും നന്നാവോ മോളെ എന്ന് വിനീതും ചിരിയോടെ ചോദിക്കുക. അത് കാണേ കാവേരിയും, എന്ത് പ്രശ്നമുണ്ടെങ്കിലും വിനീതേട്ടൻ ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ, സമ്മതിച്ചു തരണം എന്ന് പറയുമ്പോഴേക്കും നിളയുടെ സ്കൂൾ ജീപ്പും അങ്ങോട്ടെത്തുകയാണ്. അവളെ ജീപ്പിൽ കയറ്റി പറഞ്ഞു വിട്ട് വിനീത് കാവേരിയോടായി, ഞാൻ അങ്ങോട്ട് വരാത്തത് അമ്മ ആവശ്യമില്ലാത്ത പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതിയാ. ഒന്നും വിചാരിക്കരുത്, ഇപ്പോ സഹായത്തിന് ആവശ്യത്തിന് ആളുണ്ടല്ലോ. ഇനി എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഏത് പാതിരാത്രിയാണെങ്കിലും ഞാൻ ഓടിയെത്തും എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ, എനിക്കറിയാം വിനീതേട്ടാ എന്ന് കാവേരി പറയുമ്പോഴാണ് തന്റെ ബുള്ളറ്റിൽ നിവിൻ അങ്ങോട്ടെത്തുന്നത്. എന്തായാളിയാ, ഡാൻസിന് ആളെ കിട്ടിയോ എന്ന് വിനീത് ചോദിക്കുമ്പോൾ, എവിടെന്ന്? ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ബുക്കിങ്ങിലാ. കാലിൽ ചിലങ്ക കെട്ടിയവരെന്നല്ല, ചിലങ്ക കണ്ടിട്ടുള്ളവർ പോലും ഓരോ പ്രോഗ്രാമിലാ. അമ്മയാണെങ്കിൽ നല്ല ദേഷ്യത്തിലും ഗസ്റ്റുകളോട് എന്ത് സമാധാനം പറയുമെന്നാ എന്ന് ടെൻഷനോടെ നിവിൻ പറയുമ്പോ, ഞാൻ മതിയോ എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. എന്റെ പൊന്നു ബ്രോ, പെണ്ണുങ്ങൾ ആരെങ്കിലും തന്നെ വേണം എന്ന് നിവിൻ പറയുമ്പോ, ഞാൻ പെൺവേഷം കിട്ടിയാലോ എന്ന് വിനീതും. താടി മീശം വെച്ചിട്ടോ എന്ന് നിവിൻ ചോദിക്കുമ്പോ, അത് വടിക്കാമെന്ന് നിവിനും. എടാ, ഒരു മണിക്കൂറത്തെ പ്രോഗ്രാമിന് താടിയും മീശയും എടുക്കാമെന്നോ എന്ന് നിവിൻ വീണ്ടും ചോദിക്കുമ്പോ, തമാശ പറഞ്ഞതല്ലേ അളിയ, വീടെന്ന് പറഞ്ഞ് വിനീത് കാവേരിയോടായി, നിന്റെ പരിസരത്തുള്ള ആരെങ്കിലും ഉണ്ടോന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡാൻസ് ചെയ്യുന്ന കൂട്ടുകാരികൾ ആരെങ്കിലും? ഒരു മണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് കാവേരി ഗംഗേച്ചി തന്നോട് ഒട്ടിയണത്തിന്റെയും നെറ്റിച്ചുട്ടിയുടെയും കാര്യം പറഞ്ഞത് ഓർമ്മിക്കുന്നത്. അതോർക്കെ ആൾക്ക് എന്ത് കൊടുക്കുമെന്ന് കാവേരി ചോദിക്കുന്നുണ്ട്. 2500 എന്ന് നിവിൻ പറയുമ്പോ, 5000 കൊടുത്ത ആളെ തരാമെന്ന് കാവേരി. 5000? അത് കുറച്ച് കൂടുതലല്ലേ കാവേരി എന്ന് നിവിൻ ചോദിക്കുമ്പോ, അയ്യടാ, ഞാൻ തരുന്ന ആള് ചില്ലറ കാര്യമൊന്നുമല്ല. സ്കൂളിലും കോളേജിലും എന്നും ഡാൻസിന് ഫസ്റ്റ്, കലാതിലകം, പത്മ സുബ്രഹ്മണ്യത്തിന്റെ സ്വന്തം ശിഷ്യ. ഈ കക്ഷിയുടെ ഡാൻസ് കണ്ടിട്ട് ശോഭനയും മഞ്ജു വാര്യറും വരെ ഞെട്ടിപ്പോയി. സിനിമ മേഖലയിലേക്ക് എങ്ങാനും കയറിപ്പോയിരുന്നെങ്കിലേ കല്യാണി പ്രിയദർശന്റെ ലെവലിലേക്കെങ്കിലും എത്തേണ്ട ആളാ. കക്ഷിക്ക് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിക്കാനേ തികയില്ല. നിങ്ങളുടെ ഈ 5000 രൂപ നിങ്ങളുടെയൊക്കെ റിസോർട്ടിൽ വന്ന് ഡാൻസ് കളിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിലേ അത് ഞാനും കക്ഷിയുമായുള്ള അടുപ്പം ഒന്നുകൊണ്ട് മാത്രമാ എന്നൊക്കെ കാവേരി പറയുന്നത് കേൾക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ് എന്ന് നിവിൻ സമ്മതിക്കുമ്പോ, എങ്കിൽ പിന്നെ 3 വേറെ കണ്ടീഷൻ കൂടി ഉണ്ടെന്ന് കാവേരി. 1, പ്രോഗ്രാം കഴിയുമ്പോ ക്യാഷ് റെഡിയായി കൈ കിട്ടണം. 2, എന്റെ കമ്മീഷൻ 1000 രൂപ എന്റെ കയ്യിൽ തരണം എന്ന് കാവേരി പറയുന്നത് കേൾക്കെ, കമ്മീഷൻ ഉണ്ടോ എന്ന് നിവിൻ വീണ്ടും ചോദിക്കുക. അതാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന്. കണ്ടീഷൻ നമ്പർ 3, പ്രോഗ്രാം നടക്കുമ്പോ ഇയാളുടെ അമ്മ ആ ഏരിയയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് കാവേരി പറയുമ്പോ, അതെന്താ കാര്യമെന്ന് നിവിനും. പ്രോഗ്രാം നടക്കണോ വേണ്ടയോ എന്ന് കാവേരി ചോദിക്കുമ്പോ, നടക്കണം അമ്മയെ ഞാൻ മാറ്റിക്കോളാമെന്ന് നിവിനും. എത്ര മണിക്കാ പ്രോഗ്രാം എന്ന് കാവേരി ചോദിക്കുമ്പോ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണെന്ന് നിവിൻ. ഞാൻ കേട്ടുനിന്ന വിനീതും, അതാരാ കാവേരി നമ്മുടെ ഏരിയയിൽ അങ്ങനെ ഒരാളെ എന്ന് ചോദിക്കുമ്പോ, അതൊക്കെ ഉണ്ട് വിനീതേട്ടാ, സർപ്രൈസ് ആയി ഇരിക്കട്ടെ എന്ന് വിനീതിനോടായി പറഞ്ഞ് ഉച്ചയ്ക്ക് 2 മണി ഞെട്ടാൻ തയ്യാറായി നിന്നോ എന്ന് നിവിനോടായി പറഞ്ഞ് കാവേരിയും തന്റെ സ്കൂട്ടി എടുത്ത് പോവുകയാണ്. ഇവിടെ സ്നേഹതീരത്തിൽ ശാരദയെ കാണാൻ എത്തിയിരിക്കുകയാണ് ജയപാലന്റെ ഭാര്യ പ്രവീണ. തനിക്കായി ജയപാലേട്ടൻ വാങ്ങിച്ച പുതിയ മാല കാണിച്ചു കൊടുക്കുകയാണ് ശാരദയ്ക്ക് പ്രവീണ. അത് നോക്കിക്കൊണ്ട്, കൊള്ളാലോ, ഇത് മാറ്റി വാങ്ങിയതാണോ എന്ന് ശാരദ ചോദിക്കുമ്പോ, അല്ലല്ല, പഴയത് വീട്ടിലിരിപ്പുണ്ട്. ജയപാലേട്ടൻ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് പോയപ്പോ വാങ്ങിക്കൊണ്ട് വന്നതാ. അറിയാലോ, ഉത്സവവും ശിവേലിയും ഒക്കെ എവിടെയുണ്ടെങ്കിലും ജയപാലേട്ടൻ അവിടെ ഉണ്ടാവും. ഓരോ സ്ഥലത്ത് പോയിട്ട് വരുമ്പോഴും എനിക്കിങ്ങനെ ഓരോ ഗിഫ്റ്റും കൊണ്ടുവരും. ഞാൻ ചോദിക്കാറുണ്ട്, ജയപാലേട്ടൻ ഭഗവാനെ കാണാൻ പോയതാണോ അതോ ഭണ്ഡാരം കുത്തി തുറക്കാൻ പോയതാണോ എന്ന്. സ്വർണ്ണം നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണെന്നാ ജയപാലേട്ടൻ പറയുന്നത്. കുറഞ്ഞിരിക്കുമ്പോൾ വാങ്ങിച്ചിട്ട് കൂടുതലാവുമ്പോൾ വിറ്റ നല്ല ഇൻവെസ്റ്റ്മെന്റ് അത്രേ. രജിസ്ട്രേഷനും വിറ്റ് കിട്ടാനുള്ള നൂലാമാലകളും ഒന്നും ഇല്ലല്ലോ എന്ന് പ്രവീണ പറയുമ്പോഴേക്കും, അരവിന്ദേട്ടന് പക്ഷേ ഭൂമിയിലാ താല്പര്യം. ഈടയും വാങ്ങിച്ചു 5 ഏക്കർ എന്ന് ശാരദ പറയുമ്പോ, അതെവിടെയാന്ന് പ്രവീണയും. അത് നമ്മുടെ കുറിഞ്ഞിക്കാട്ടെന്ന് ശാരദ പറയുമ്പോ, അവിടെ ജയപാലേട്ടനെ കുറിച്ച് ഭൂമിയുണ്ടല്ലോ എന്ന് പ്രവീണയും. ആണോ, ഇതും ജയപാലേട്ടന്റെ ഇടപാടി തന്നെയാ എന്ന് ശാരദ ചിരിയോടെ പറയുമ്പോ, അവർ കൂട്ടുകാർക്കിടയിലുള്ള ഇടപാടൊന്നും പറയണ്ട, നമുക്ക് പോലും അറിയില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഗോൾഡ് വാങ്ങാൻ ജയപാലേട്ടനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഒരു കാര്യം പക്ഷെ ഉറപ്പാട്ടോ, സ്വർണത്തിന്റെ ഡിസൈനും മറ്റും നമ്മൾ പെണ്ണുങ്ങളെക്കാൾ തിട്ടമുണ്ട് ജയപാലേട്ടന്. ഒരുപാട് കടക്കാരെയും പരിചയമുണ്ടെന്ന് പ്രവീണ പറയുമ്പോഴേക്കും ചുമച്ചുകൊണ്ട് അച്ചമ്മയും അങ്ങോട്ട് എത്തുകയാണ്. സുഖല്ലേ രാധമ്മയെന്ന് പ്രവീണ ചോദിക്കുമ്പോഴേക്കും, ആ സുഖം കൊണ്ട് ഇരിക്കാനും കിടക്കാനും നടക്കാനും വയ്യാത്ത അവസ്ഥയായി എന്ന് പറഞ്ഞ് അവരും സോഫയിലേക്ക് ഇരിക്കുക. നിശ്ചയത്തിനുള്ള ക്ഷണമൊക്കെ കഴിഞ്ഞില്ലെന്ന് പ്രവീണ ചോദിക്കുമ്പോൾ,
പരിചയത്തിലും ബന്ധത്തിലുമുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു കഴിഞ്ഞെന്ന് ശാരദയും. അത് കേട്ട അമ്മയും ദേഷ്യത്തോടെ ആകെ ഒരു കൂടപ്പിറപ്പുള്ളതാ, അതിനെ വിളിച്ചില്ല പിന്നെയാ എന്ന് പറഞ്ഞ് മുഖം തിരിച്ചിരിക്കുമ്പോ ശാരദ അമ്മയോടായി, അമ്മ സുജാത ഇവിടെ വന്ന് കാണിച്ചതൊക്കെ അമ്മയും കണ്ടതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് കരുതി അവൾ ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവളുടെ മനസ്സ് അത്രയ്ക്ക് നൊന്തിട്ടാ. നീയും അരവിന്ദനും അവളോട് കാട്ടിയത് നീതിയാണോ? ഗംഗയെ ഞാൻ കുറ്റം പറയുന്നില്ല, അവള് കുട്ടിയാ. പറഞ്ഞു തിരുത്തേണ്ടത് നിങ്ങളായിരുന്നു. അച്ഛനും അമ്മയും ചൂണ്ടിക്കാണിക്കുന്ന ആളെയാ ഞാനും നീയും കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്തെങ്കിലും കുറവുണ്ടായോ? ഇല്ലല്ലോ. ഈ കൊട്ടുംപാട്ടും ബഹളവും ഒക്കെ ഇപ്പോഴങ്ങ് തീരും. ഗംഗയുടെ കല്യാണം നടത്തിയിട്ട് അരവിന്ദൻ അങ്ങ് പോവും. പിന്നെ 4-5 കൊല്ലം കഴിഞ്ഞ് അവൻ തിരിച്ചു വരും. അത്രയും കാലം 2-3 പെൺകുഞ്ഞുങ്ങളെ നീ ഒറ്റയ്ക്ക് നോക്കണം. ഞാനെപ്പോഴാ മേളിലോട്ട് പോണേന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇത്രയും കാലം സുജാതയുടെയും വിനീതിന്റെയും നോട്ടമുണ്ടായിരുന്നു ഇങ്ങോട്ട്. ഗംഗയെ വേറൊരുത്തിന് കെട്ടിച്ചു കൊടുത്ത സുജാതയുടെ അടുത്തുനിന്ന് അത് പ്രതീക്ഷിക്കണ്ട. അവളുടെ വാശി എനിക്കറിയാം. സഹായിക്കാൻ മനസ്സുണ്ടെങ്കിലും വിനീതിനെ അവള് വിലക്കും. 2 എണ്ണത്തിനെയേ ഞാൻ പെറ്റിട്ടുള്ളൂ. അതിലൊരുത്തിയുടെ ഭർത്താവ് മരിച്ചിട്ട് പോലും ഒരു രാത്രി പോലും ഞാൻ അവളുടെ കൂടെ നിന്നിട്ടില്ല. മോന്റെ കുടുംബത്തിന് കാവലിരിക്കുകയായിരുന്നു ഞാൻ ഇത്രയും കാലം. സുജാതയോട് ഞാൻ അടക്കമുള്ളവർ കാട്ടിയ നെറികേടാ ഇപ്പൊ നടക്കാൻ പോകുന്ന ഈ കല്യാണം. നിങ്ങളുടെ ഇഷ്ടത്തിന് നടത്തിക്കോ, പക്ഷേ നിശ്ചയത്തിന് അവളെ വിളിക്കുകയും കൂടി ചെയ്തില്ല എങ്കിൽ സത്യമായിട്ടും അത് കാണാൻ എന്നെ പ്രതീക്ഷിക്കണ്ട. എപ്പോഴും പറയുന്നത് പോലെയല്ല, ഞാൻ പോകുമെന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞ് അമ്മയും അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാ. എല്ലാം കേട്ടിരുന്ന പ്രവീണയും രാധമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് ശാരദ. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായ രക്തബന്ധത്തിലുള്ളവരെ കൂടെ കാണും എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നീട് ശാരദ പ്രവീണയും കൂട്ടി വിനീതിന്റെ വീട്ടിലേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത്. അവർ വീട്ടിലെത്തുമ്പോഴേക്കും വിനീതിന്റെ ചേച്ചിയുടെ മകൾ അവിടെ ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുക. അവളെ സ്നേഹത്തോടെ വിളിച്ച് മിഠായിയെല്ലാം കൊടുക്കുമ്പോഴേക്കും വിനീതിന്റെ ചേച്ചിയും ഉമ്മറത്തേക്ക് എത്തുന്നുണ്ട്. അവരെ കാണാൻ അവൾ പെട്ടെന്ന് ഒന്നും മിണ്ടാതെ പിന്നാമ്പുറത്ത് പശുവിന് കാടിവെള്ളം കലക്കിക്കൊണ്ടിരിക്കുന്ന സുജാതയുടെ അരികിലേക്ക് എത്തുകയാണ്. ശാരദമായി വന്നിരിക്കുന്നു, കൂടെ ആ ജയപാലന്റെ ഭാര്യയുമുണ്ട് എന്നവൾ പറയുമ്പോ എന്തിനെന്ന് സുജാതയും ചോദിക്കുക. എന്നോടൊന്നും പറഞ്ഞില്ല, നിശ്ചയം വിളിക്കാനായിരിക്കും, മറ്റന്നാളല്ലേ ചടങ്ങെന്ന് അവൾ പറയുമ്പോ നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് സുജാതയും ദേഷ്യത്തോടെ ഇരിപ്പാ. അവിടെ സിറ്റൗട്ടിലെ കൈവരിയിലിരുന്ന് ശാരദ വിനീതിന്റെ ചേച്ചിയുടെ മോളോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചോണ്ടിരിക്കുക. മോളെന്റെ വീട്ടിലേക്ക് വരാഞ്ഞെന്ന് ശാരദ ചോദിക്കുമ്പോ അമ്മ കൊണ്ടുവന്നില്ലെന്ന് അവളും. മറ്റന്നാൾ വരുമോ, അവിടെ ഒരു വിശേഷമുണ്ടെന്ന് ശാരദ പറയുമ്പോ ഞാൻ വരാമെന്ന് അവളും സമ്മതിക്കുമ്പോഴാണ് വിനീതിന്റെ ചേച്ചി അങ്ങോട്ട് വന്ന് ദേഷ്യത്തോടെ അവളെ ശാരദയുടെ അരികിൽ നിന്നും പിടിച്ചു മാറ്റി നിർത്തി. ഇങ്ങോട്ട് വാടി, ആരെങ്കിലും തരുന്നത് വാങ്ങിച്ച് കഴിക്കരുതെന്ന് നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്. കയറിപ്പോടി എന്ന് പറഞ്ഞ് വഴക്കു പറയുമ്പോഴേക്കും അവളും അകത്തോട്ട് കയറി പോവുകയാ. അത് കാണെ പ്രവീണയും അവളോടായി, ആരെങ്കിലും ആണ് ഗീതേ, ഇത് നിന്റെ അമ്മായിയല്ലേ എന്ന് ചോദിക്കുമ്പോ ആ ഓർമ്മ എല്ലാവർക്കും വേണമെന്ന് ഗീതയും. ഞങ്ങളോടൊന്ന് കയറിയിരിക്കാൻ പോലും പറഞ്ഞില്ല ഗീത എന്ന് പ്രവീണ ഓർമ്മിപ്പിക്കുമ്പോ, ഓ ഇതൊക്കെ നിങ്ങൾക്ക് കയറിയിരിക്കാൻ പറ്റിയ വീടാണോ? ഓടിട്ട വീടാ. പശുവിന്റെയും ആടിന്റെയും ഒക്കെ മുഷിപ്പ് നാറ്റവും കാണും, മുറ്റത്തൊക്കെ കോഴിക്കാട്ടവും കാണും. ഞങ്ങളൊക്കെ പാവങ്ങളാണെന്ന് ഗീത പറയുമ്പോ ഗീത എന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് പ്രവീണ ചോദിക്കുന്നു. ഇവിടെ ചിലർക്കൊക്കെ മല കാണുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കേട്ടു, അതുകൊണ്ട് പറഞ്ഞു പോയതാണേ. മലയും മഞ്ഞുമൊന്നും ഇഷ്ടമല്ലാത്തോണ്ടാണല്ലോ വേറെ കല്യാണം ആലോചിച്ചത്. എന്താ അവളെ പിടിച്ച് കടിച്ചോ? ഞാനേ ഈ മലയും മഞ്ഞുമൊക്കെ കണ്ട വളർന്നത്, കെട്ടിച്ചു വിട്ടത് സിറ്റിയിലേക്ക്. എന്നാലും എനിക്കിഷ്ടം ഇവിടെ തന്നെ ആയതുകൊണ്ടാ ഇവിടെ തന്നെ മിക്കപ്പോഴും വന്നു നിൽക്കുന്നത്. വന്ന വഴി മറക്കാൻ പാടില്ലാരും, അത് മക്കളായാലും മക്കളെ വളർത്തിയവരായാലും എന്ന് ഗീത ദേഷ്യത്തോടെ പറയുമ്പോ, ഗീതേ ഞങ്ങളൊരു ചടങ്ങിന് ക്ഷണിക്കാൻ വന്നതാ എന്ന് പ്രവീണയും പറയുന്നുണ്ട്. അപ്പോഴാണ് ഒരു ബക്കറ്റിൽ ചാണകവെള്ളവും കലക്കിക്കൊണ്ടുവന്ന സുജാത ഇന്ന് പിടിച്ചോടിന്നും പറഞ്ഞ് ആ ചാണകവെള്ളം സുജാതയുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നത്. അപ്പോഴേക്കും ശാരദ എഴുന്നേറ്റ് മാറുന്നുണ്ട്. പ്രവീണയും താക്കീതോടെ സുജാതെ എന്ന് വിളിക്കുമ്പോ, എന്താടി സുജാതയ്ക്ക്, ഇറങ്ങടി എന്ന് പറയുമ്പോ, സുജാതെ ഭ്രാന്ത് കാണിക്കരുത്, ഞങ്ങൾ വന്നത് ഗംഗയുടെ നിശ്ചയം ക്ഷണിക്കാനാ എന്ന് പ്രവീണയും പറയുന്നുണ്ട്. അതെ, ഇപ്പൊ ഞാൻ ഒഴിച്ചത് ചാണകവെള്ളമാ. നീയും ഈ മുറ്റത്തു നിന്ന് നിശ്ചയത്തിന്റെ കാര്യം നീ മിണ്ടിപ്പോയാ റബ്ബറിന് ഉറയൊഴിക്കാൻ വെച്ച ആസിഡ് അവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത് തല വഴി കമഴ്ത്തുമെന്ന് സുജാത ദേഷ്യത്തോടെ പറയുന്നുണ്ട്. പ്രവീണയും സുജാതെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഗംഗയെ ആശീർവദിക്കുന്നതിന് പകരം എന്ന് പറയുമ്പോഴേക്കും, ഓ നിനക്കൊക്കെ വേണ്ടത് ആശീർവാദമല്ലേ, ഇന്ന പിടിച്ചോ എന്ന് പറഞ്ഞ് നീയൊക്കെ മുടിഞ്ഞു പോവുമെടി. എന്റെ മകനെ അല്ലാതെ വേറെ ആരെങ്കിലും അവള് കല്യാണം കഴിച്ചാൽ നശിച്ച് നാറാണക്കല്ല് പിടിക്കും. അവളുടെ കണ്ണീനെ രക്തക്കണ്ണീരൊഴുകുന്നത് ഞാൻ കാണുമെടി എന്നൊക്കെ ശപിക്കുന്നത് സഹിക്കാനാവാതെ സുജാതെ എന്ന് ശാരദയും ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട്. എന്താടി സുജാതയ്ക്ക്, ഇറങ്ങടി എന്റെ അകത്തുനിന്ന് എന്നൊച്ച വെക്കുമ്പോഴേക്കും ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ഇറങ്ങിത്തരാവോ, വീട്ടിൽ കയറി വന്ന് വെറുതെ അലമ്പുണ്ടാക്കരുതെന്ന് ഗീതയും പറയുന്നുണ്ട്. കുട്ടികൾക്ക് പ്രവീണയും ശാരദയും വിളിച്ചുകൊണ്ട് ആ വീടിന്റെ പടി ഇറങ്ങുകയാ. തിരികെ വീട്ടിലേക്കുള്ള നടത്തത്തിനിടയിൽ പ്രവീണ ശാരദയോടായി പറയുന്നുണ്ട്, ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നോണ്ടല്ലേ, എന്നോട് ക്ഷമിക്ക് ശാരദ എന്ന്. ഏയ് അതൊന്നും സാരമില്ല, പ്രവീണ പറഞ്ഞതുപോലെ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ, എനിക്കൊരു വിഷമമേ ഉള്ളൂ, ഞാൻ കാരണം പ്രവീണ കൂടി ചീത്ത കേട്ടല്ലോ എന്ന് ശാരദ ടെൻഷനോടെ പറയുമ്പോ, അതൊന്നും കുഴപ്പമില്ല ശാരദ, ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചെടുത്തു. ഒരു പ്രശ്നമുണ്ടാവുമ്പോ ബന്ധുക്കൾ തന്നെ സഹായത്തിനുണ്ടാവണമെന്നില്ല, രക്തബന്ധം കൊണ്ടല്ല കർമ്മബന്ധം കൊണ്ടും ബന്ധുക്കൾ ഉണ്ടാവാം. പേടിക്കേണ്ട ശാരദ, ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജയപാലേട്ടനും ഞാനും എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും, വിശ്വസിക്കാം വാ എന്ന് പറഞ്ഞ് പ്രവീണ ശാരദയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പിന്നീട് വീട്ടിലെത്തിയ ശാരദ ഈ കാര്യങ്ങളെല്ലാം അരവിന്ദേട്ടനോടും മക്കളോടും അമ്മയോടും പങ്കുവെക്കുന്നുണ്ട്. എന്തൊക്കെയാണമ്മ അവര് പറഞ്ഞത്,
അരവിന്ദേട്ടന്റെ അനിയത്തിയാണല്ലോ നോർത്താ ഞാൻ അവരോട് ക്ഷമിച്ചതെന്ന്. അത് കേൾക്കെ അമ്മയും അവൾക്ക് പിന്നെ വിഷമം കാണത്തില്ലേ എന്ന് ചോദിക്കുമ്പോ വിഷമോ എന്തിന്? അപ്പോ ഇത്രയും കാലം അവര് സ്നേഹം അഭിനയിച്ചത് ഇവിടുത്തെ കുട്ടിയെ മരുമകളായി കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് ശാരദ ചോദിക്കുമ്പോ ഗംഗയെ വിനീതിന് കൊടുക്കില്ലെന്ന് ഇത്രയും നാളും നീ പറഞ്ഞോ എന്ന് ശാരദയോടും നീ പറഞ്ഞു അരവിന്ദ എന്ന് അരവിന്ദനോടും ചോദിച്ച് ആരെങ്കിലും പറഞ്ഞു ആ കല്യാണം നടക്കില്ലെന്ന്? കുഞ്ഞുനാള് മുതലേ പറയുന്നതാ ഗംഗ വിനീതിനുള്ളതാണെന്ന്. അതുകൊണ്ട് ഗംഗയെ മരുമകളായി കിട്ടുമെന്ന് കരുതി സ്നേഹം അഭിനയിച്ചതൊന്നുമല്ല സുജാത, പകരം നിങ്ങൾ അവളെ ചതിച്ചത് എന്നമ്മ കുറ്റപ്പെടുത്തുമ്പോ അമ്മ ഞങ്ങൾ എന്ത് ചെയ്തെന്നാ എന്ന് ശാരദയും ചോദിക്കുക. എടി ഇത്രയും കാലം നിങ്ങൾക്ക് വേറെ ആരും ഇല്ലായിരുന്നു. മുറ്റാത്ത 4 പെൺകുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കാൻ സുജാതയും ഇവിടെ പട്ടിയെ പോലെ പണിയെടുക്കാൻ വിനീതും വേണമായിരുന്നു. ഇപ്പൊ മക്കളൊക്കെ വളർന്നു, കാശും പണവും ഒക്കെ ആയി, പുതിയ ബന്ധുക്കളുമായി. ഇനി സുജാതയുടെയും വിനീതിന്റെ ആവശ്യവുമില്ല. അപ്പൊ ആരാ അഭിനയിച്ചത്? ആരാ പിന്നീന്ന് കുത്തിയത്? സുജാതയുടെ ഭാഗത്താ ന്യായം. അവൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്നൊക്കെ അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തുമ്പോഴേക്കും തെറ്റാണ് അമ്മാമ്മേ എന്ന് പറഞ്ഞ് വിനീതും ഡൈനിങ് ഹാളിലേക്ക് കടന്നു വരികയാണ്. അവൻ അവരുടെ മുന്നിലേക്ക് വന്നു നിന്ന് അമ്മ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, തെറ്റാണ്, അമ്മായിയോടും പറയാൻ പാടില്ലാത്തതൊക്കെയാ അമ്മ പറഞ്ഞത്, ശപിച്ചു. ഗീതേച്ചിയും നില മറന്നു പെരുമാറി. അവർക്ക് രണ്ടുപേർക്ക് വേണ്ടിയും അമ്മാവനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അമ്മായിയും മാപ്പാക്കണമെന്ന് വിനീത് പറയുമ്പോ മോനെ നിനക്കുള്ളതിന്റെ പകുതി ബോധം നിന്റെ അമ്മയ്ക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ശാരദയും പറയുന്നുണ്ട്. ദേഷ്യത്തോടെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുതെന്ന് അമ്മാമ്മയൊന്നും പറയണ്ട, പുതിയ കാര്യങ്ങളെ അംഗീകരിക്കണം, വിധിച്ചിട്ടുള്ളതേ നടക്കൂ. കല്യാണം വിളിക്കാനൊന്നും അമ്മാവനും അമ്മായിയും അങ്ങോട്ട് വരണ്ട. അമ്മയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. അമ്മയുടെ ദേഷ്യമൊക്കെ എത്രയുണ്ടാവുമെന്ന് എന്നേക്കാൾ നന്നായി അമ്മാവൻ അറിയാലോ. ഒരപേക്ഷയേ ഉള്ളൂ, എന്നെ പഴയ വിനീതായി തന്നെ നിങ്ങളൊക്കെ കാണണം. ഗംഗയുടെ നിശ്ചയം നന്നായി നടക്കണമെന്നൊരൊറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ എന്ന് വിനീത് ടെൻഷനോടെ പറയുന്ന കേൾക്കെ അമ്മാവനും നിറഞ്ഞു വന്ന കണ്ണുനീർ തുടക്കുകയാണ്. നാളെ എന്താവശ്യത്തിനും ഞാൻ ഉണ്ടാവും, പക്ഷേ നിശ്ചയത്തിന് മാത്രം എന്നെ പ്രതീക്ഷിക്കരുത്. അത് കണ്ടു നിൽക്കാൻ ഒരു വിഷമം എന്ന് സങ്കടത്തോടെ വിനീത് പറയുമ്പോ മോനെ എന്തുമാത്രം മനസ്സ് വിഷമിച്ചാ നീ പറയുന്നതെന്ന് എനിക്കറിയാം എന്ന് സങ്കടത്തോടെ അമ്മമ്മയും പറയുന്നു. വിനീതും ചിരിയോടെ അനുഭവിക്കാനുള്ള സങ്കടങ്ങളെല്ലാം അനുഭവിച്ചല്ലേ പറ്റൂ. പോട്ടെ അമ്മാവാ, അത്യാവശ്യം കുറച്ച് ജോലി ഉണ്ടായിരുന്നേ, അതിനിടയിൽ അമ്മായി വീട്ടിൽ വന്ന കാര്യം അറിഞ്ഞത്. അപ്പൊ ഇങ്ങോട്ട് വന്നേയാന്നും പറഞ്ഞ് അവൻ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുന്നേരം വീണ്ടും തിരിഞ്ഞു നിന്ന് ഗംഗയെ നോക്കി അമ്മാവനോടായി അമ്മാവാ ഞാൻ ഗംഗയോട് 2 വാക്ക് സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കുക. അമ്മാവൻ അത് സമ്മതിക്കുമ്പോഴേക്കും അവൻ സീറ്റൗട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഗംഗ അവന്റെ അരികിലേക്ക് എത്തുമ്പോൾ നിശ്ചയത്തിനുള്ള ഡ്രസ്സൊക്കെ തയ്ച്ചോ എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. അവൾ ഉവ്വെന്ന് പറയുമ്പോൾ ബ്ലൗസും തയ്ച്ചോ എന്ന് വിനീതും. അതും ഉവ്വെന്ന് പറയുമ്പോൾ നിശ്ചയത്തിന് ഗംഗയ്ക്ക് ഞാൻ എന്താ വാങ്ങി തരേണ്ടത്? നിശ്ചയത്തിന് ഗംഗയ്ക്ക് എന്തെങ്കിലും സമ്മാനം തരണമല്ലോ എന്ന് വിനീത് പറയുമ്പോൾ ഞാൻ എന്ത് ചോദിച്ചാലും തരുമോ എന്ന് ഗംഗയും. വിനീത് അത് സമ്മതിക്കുമ്പോൾ എങ്കിൽ ആ കടയുടെ മുന്നിൽ വരച്ചു വെച്ച എന്റെ പടം അങ്ങ് മായ്ച്ചു കളയണം. ഞാൻ എന്റെ അനിയത്തിയോട് ഇക്കാര്യം അവിടെ വന്ന് പറയാൻ ഏൽപ്പിച്ചിരുന്നു. അവളത് പറഞ്ഞു കാണുമെന്നാ വിചാരിക്കുന്നത്. ചെറുക്കം കൂട്ടർ വരുമ്പോ ആ പടം കടയിൽ കാണുന്നത് ശരിയല്ല എന്ന് ഗംഗ പറയുന്നത് കേൾക്കെ സങ്കടത്തോടെ ആ പടം മായ്ച്ചു കളഞ്ഞാൽ മാത്രം മതിയോ എന്ന് വിനീത് ചോദിക്കുമ്പോ മതി എന്ന് ഗംഗയും. തകർന്ന ഹൃദയത്തോടെ ശരി, മറ്റന്നാൾ ചെറുക്കനും കൂട്ടരും വരുമ്പോ ആ പടം അവിടെ ഉണ്ടാവില്ല പോരെ എന്ന് വിനീത് ചോദിക്കുമ്പോ മതി എന്ന് ഗംഗയും. വേദനയോടെ അവളെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് വിനീതും ആ പടി ഇറങ്ങുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.